സ്കൂളുകളൊക്കെ കണ്ടാൽ 5 സ്റ്റാർ ഹോട്ടലാണെന്ന് കരുതി അങ്ങോട്ടേക്ക് കയറി പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുകയും പിന്നീട് അത് വലിയ ട്രോളുകൾക്കുമൊക്കെ ഇടവരുത്തുകയുണ്ടായി. ഏകദേശം നമുക്കൊരു 5 സ്റ്റാർ എന്ന് പറയാവുന്ന സ്കൂളല്ല, ഒരു കൊച്ചു അങ്കണവാടി. അത് വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുകയാണ്. കോഴിക്കോട് ചെക്യാട് നിന്നാണ് ഒരു അഭിമാനം എന്ന നിലയിൽ തന്നെ ഈ അങ്കണവാടി ഇനിയുള്ള കുട്ടികളുടെ മുമ്പിലേക്ക് സമർപ്പിക്കപ്പെടുന്നത്. കാണാം ആദ്യം കാഴ്ചകൾ. AC ക്ലാസ് മുറി, കളിക്കാനുള്ള പുൽമൈതാനം, സ്വിമ്മിംഗ് പൂൾ, പച്ചക്കറിത്തോട്ടം. തെറ്റിദ്ധരിക്കേണ്ട, ഇതൊരു അംഗൻവാടി തന്നെയാണ്. കോഴിക്കോട് ചെക്യാട് ഗ്രാമപഞ്ചായത്തിലാണ് ഹൈടെക് അംഗൻവാടി കുട്ടികളെ മാടി വിളിക്കുന്നത്. നാട്ടുകാരിലൊരാൾ സൗജന്യമായി ഭൂമി നൽകി. വിവിധ പദ്ധതികളിൽ നിന്നായി പണം കണ്ടെത്തി നിർമ്മാണം പൂർത്തിയാക്കി. AC ഉൾപ്പെടെയുള്ളവ നാട്ടുകാർ സ്പോൺസർ ചെയ്തു. അങ്ങനെ മനോഹരമായ അംഗൻവാടിയുണ്ടായി. അംഗൻവാടിക്കായി മുന്നിൽ നിന്നത് 2ാം വാർഡ് മെമ്പർ KP കുമാരൻ. ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരുടെ സഹായത്തോടുകൂടി നമുക്ക് ഫ്രീ ആയിട്ട് സ്ഥലം ലഭിക്കുകയും ചെക്യാട് പഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപയും അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട 5 ലക്ഷം രൂപയും ഡിപ്പാർട്ട്മെന്റിന്റെ 2 ലക്ഷം രൂപയും ചേർത്തുകൊണ്ടാണ് അംഗൻവാടി ബിൽഡിംഗ് നിർമ്മിച്ചത്. അടുത്ത മാസം അംഗൻവാടി ഉദ്ഘാടനം നടക്കും. അതിനായി കാത്തിരിക്കുകയാണ് പ്രദേശത്തെ കുരുന്നുകൾ. മാതൃഭൂമി ന്യൂസ്, നാദാപുരം. ഷഹീദ്, എന്തായാലും മനോഹരമായല്ലേ, നല്ല സുന്ദരമായി ഒരുക്കിയിട്ടുണ്ട് അംഗൻവാടി. എനിക്ക് തോന്നുന്നു നാട്ടിലുള്ള കുട്ടികളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് കുഞ്ഞുങ്ങൾ തന്നെ തീരുമാനിക്കും. കാരണം അവർക്ക് കാണുമ്പോൾ ഒരു കൗതുകമൊക്കെ ഉണ്ടല്ലോ. നമ്മൾ പല അംഗൻവാടികളുടെയും പരാധീനതകളൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കാറുമുള്ളതാണ്. അപ്പോൾ ഇതൊരു വളരെ പോസിറ്റീവായ വാർത്തയാണ്. ഇത് ആരുടെയൊക്കെ ശ്രമഫലമായാണ് ആ നാട്ടുകാർ ഒരു എത്ര കുട്ടികളെങ്കിലും അവിടെ ഇനിയുള്ള അധ്യയന വർഷം പ്രതീക്ഷിക്കുന്നുണ്ട് ഷഹീദ്? ദിവിഷ്, ചെക്യാട് ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിലാണ് ഈ അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഔദ്യോഗികമായ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് പ്രവർത്തനം തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ. 2ാം വാർഡ് മെമ്പർ KP കുമാരൻ, അദ്ദേഹം അവിടെ എത്തിയ സമയത്ത് ഏറ്റവും പ്രധാനമായ ഒരു സങ്കടം, ഒരു പരാതി നാട്ടുകാർ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ നാട്ടിൽ വാർഡിൽ അംഗൻവാടി ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ അധികാരമേറ്റ മെമ്പറായതിനു ശേഷമുള്ള നിതാന്തമായ പരിശ്രമം വാർഡ് മെമ്പറുടെ കുമാരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അങ്ങനെ പലരുമായി കണ്ടു, സംസാരിച്ചു. അങ്ങനെയാണ് അതിനൊടുവിൽ നാട്ടുകാരിൽ ഒരാൾ സൗജന്യമായി ഭൂമി വാഗ്ദാനം ചെയ്യാമെന്ന് പറയുന്നു. പിന്നീട് കുമാരൻ തന്നെ മുന്നിൽ നിന്ന് ഓരോരുത്തരുമായി കണ്ട് പഞ്ചായത്തിൻ്റെയും വിവിധ വകുപ്പുകളുടെയുമൊക്കെ ഫണ്ടുകൾ ഇങ്ങോട്ട് എത്തിക്കാനുമൊക്കെയുള്ള വലിയൊരു ശ്രമം ഒരു വാർഡ് മെമ്പർക്ക് എങ്ങനെ ഈ നാട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നത് തെളിയിക്കുക കൂടിയാണ് ആ 2ാം വാർഡ് മെമ്പർ കൂടിയായ കുമാരൻ ചെയ്യുന്നത്. അങ്ങനെയാണ് സഹൃദരെ ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടുകൂടി നമ്മൾ വാർത്തയിൽ പറഞ്ഞതുപോലെ AC ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരും സ്പോൺസർ ചെയ്യുകയാണ്. അങ്ങനെ സ്പോൺസർഷിപ്പിലൂടെ നമുക്ക് പലതും സാധ്യമാക്കി എടുക്കാൻ കഴിയും, സർക്കാരിൻ്റെ സഹായവും പൊതുജനങ്ങളുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹായത്തോടെ. പക്ഷേ അതിനൊക്കെ മുന്നിൽ നിൽക്കാൻ ഒരാൾ വേണം. അങ്ങനെ അദ്ദേഹം കുമാരൻ അതിന് മുന്നിൽ നിൽക്കുകയും അത് സാധ്യമാക്കി എടുക്കുകയും ചെയ്യുകയാണ്. അതിൽ AC ക്ലാസ് മുറിയാണ്, ഒപ്പം തന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ അവിടെ കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശീലനത്തിനുള്ള സൗകര്യം കൂടി ഒരുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾക്കൊക്കെ അംഗൻവാടിയിലെ അധ്യയനത്തിനൊപ്പം തന്നെ നീന്തൽ കൂടി പഠിച്ചു വരുന്ന ഒരു തലമുറയെ, ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊക്കെ അങ്ങനെ പലവിധ ഉദ്ദേശത്തോട് പച്ചക്കറി തോട്ടമുണ്ട്, കുട്ടികൾക്ക് കൃഷിയെ പരിചയപ്പെടുത്താൻ, അങ്ങനെ വിവിധ പദ്ധതികളിലൂടെ ഒരു അംഗൻവാടി ഒരുങ്ങുകയാണ്. അത് നമ്മുടെ നാട്ടിന് പുറത്ത് ഉൾഗ്രാമത്തിൽ ചെക്യാട് പോലൊരു സ്ഥലത്ത്. അങ്ങനെ നാട്ടുകാർ ഏത് ഉൾപ്രദേശമാണെങ്കിലും അവിടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ മനസ്സ് വെച്ചാൽ അങ്ങനെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് തെളിയിക്കുക കൂടിയാണ് ഈ ചെക്യാട് ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ അംഗൻവാടി. അടുത്ത മാസം തന്നെ അംഗൻവാടി ഉദ്ഘാടനം കഴിഞ്ഞ് കുട്ടികൾക്കെല്ലാം അവിടെ സന്തോഷത്തോടു കൂടി അംഗൻവാടിയിലേക്ക് വരാനും കഴിയും. എന്തായാലും നാട്ടുകാരും അല്ലേ, അദ്ദേഹം കുമാരൻ എന്ന് പറഞ്ഞ ആ ജനപ്രതി, അദ്ദേഹം എടുത്തൊരു എഫേർട്ട് ഉണ്ടല്ലോ, അതിനോട് ജനങ്ങളും കൂടെ നിൽക്കട്ടെ, കുട്ടികൾ നിറഞ്ഞ് നിൽക്കട്ടെ അംഗനവാടിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴത്തെ കാഴ്ചകൾ കൂടി പങ്കുവയ്ക്കാൻ ശ്രമിക്കാം. ശരി.